ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ കരുത്തരായ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം. മൂന്നാം കിരീടത്തിനായി ഇന്ത്യ ഇറങ്ങുമ്പോൾ രണ്ടാം കിരീടമാണ് കിവീസ് ലക്ഷ്യമിടുന്നത്. കരുത്തരായ ടീമുകളുടെ കലാശപ്പോരിനാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷിയാകുന്നത്. തോൽവിയറിയാതെ ഫൈനലിലെത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ ഇറങ്ങുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ മികച്ച ഫോമിലുള്ള താരങ്ങളാണ് ബാറ്റിംഗിലും ബൌളിംഗിലും കരുത്ത്. ബാറ്റിംഗിൽ രോഹിത്തിനൊപ്പം ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവർ പ്രതീക്ഷ നൽകുമ്പോൾ മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ ഉൾപ്പെടെ താരങ്ങൾ ബൌളിംഗിലും കരുത്തേകും. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ ടീമിൽ കൂടുതൽ സ്പിന്നർമാരെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. ഇതേ പിച്ചിൽ കിവീസിനെ തോൽപ്പിക്കാനായതും ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. മറുവശത്ത് ഏത് ഘട്ടത്തിലും ടീമിന് കരുത്താവുന്ന താരങ്ങളാണ് ന്യൂസിലാൻഡിനുള്ളത്. മിച്ചൽ സാന്റ്നർ നയിക്കുന്ന ടീമിൽ കെയ്ൻ വില്യംസൺ, ഡാരി മിച്ചൽ, വിൽ യങ്, രച്ചിൻ രവീന്ദ്ര തുടങ്ങിയവരാണ് ബാറ്റിംഗ് കരുത്ത്. സ്റ്റാർ ബൌളറായ മാറ്റ് ഹെൻറിയുടെ പരിക്കാണ് ടീം നേരിടുന്ന പ്രതിസന്ധി. ഗ്ലെൻ ഫിലിപ്പ് ഉൾപ്പെടെ താരങ്ങൾ ബൌളിംഗിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇരു ടീമുകളും 2000-ൽ നടന്ന ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം കിവീസിനൊപ്പമായിരുന്നു. പരിമിത ഓവർ ക്രിക്കറ്റിൽ കിവീസിന്റെ ഒരേയൊരു ICC കിരീടം കൂടിയാണത്. 25 വർഷത്തിനിപ്പുറം ഫൈനലിൽ ഇരു ടീമും ഏറ്റുമുട്ടുമ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെയാകുമെന്നതിൽ സംശയമില്ല. സ്ലോ പിച്ചിലെ പ്രകടനവും നിർണായകമാകും. കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടുമ്പോൾ മികച്ച മത്സരം പ്രതീക്ഷിക്കുകയാണ് ആരാധകരും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.